9,000 ഏക്കർ മാത്രമാണ്. ആ 9,000 ഏക്കർ മാത്രം വിശാല വിസ്തൃതിയുള്ളതായ ഒരു ചുരുങ്ങിയ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അതിൽ തന്നെ 3,000 ഏക്കർ എന്നുള്ളതായ ആ സ്ഥലത്തെ കത്തി നശിപ്പിക്കുവാൻ ഈ രാജ്യത്തിൻ്റെതായ ബുദ്ധിരാക്ഷസന്മാരെന്ന് വിശേഷം കൊള്ളുന്നതായ അമേരിക്ക ചെലവാക്കിയത് $26 മില്യൺ. ഇന്ത്യൻ രൂപ അനുസരിച്ച് 2,30,000 കോടിയുടെ മുകളിലായി പൈസ അമേരിക്ക എന്ന് പറയുന്നതായ രാജ്യം ഗസയിലെ 3,000 ഏക്കറിൽ താമസിക്കുന്നതായ പിഞ്ചോമനുകളെ ആരുമില്ലാത്തവരായ നടുവീതികളിലൂടെ തെരുവീതികളിലൂടെ ഇറക്കി വിടുവാൻ വേണ്ടി കത്തി നശിപ്പിക്കുവാൻ അവർ ചെലവഴിച്ചത് $26 മില്യൺ. ഞാൻ ഈ ചരിത്രം പറയുന്നതും ഈ കഥ പറയുന്നതും ആരെയും അപഹസിക്കുവാനോ അവഹേളിക്കുവാനോ അല്ല, ആരെയും പരിഹസിക്കുവാനുമല്ല. പരിഹസിച്ചവനാണ് നാശം. ആരൊരാളെ പരിഹസിക്കുന്നുവോ അവന് തന്നെയാണ് നാശമെന്നും പരിശുദ്ധമായ ഖുർആനിലൂടെയും പുണ്യനബിയുടെ വചനങ്ങളിലൂടെയും പഠിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്റെ സഹോദരങ്ങളെ, മോമിനിങ്ങളെ, അതേ അമേരിക്ക എന്ന് പറയുന്നതായ വിശാല വിസ്തൃതിയിലുള്ളതായ ദുനിയാവിലെ സ്വർഗത്തിന്റെ പൂന്തോട്ടം എന്ന് പോലും വിശേഷണം അവർ വയ്ക്കുന്നതായ അമേരിക്ക എന്ന് പറയുന്നതായ വിശാലമായ രാജ്യത്തിലെ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചലസിൽ നടന്നതായ കാര്യങ്ങൾ നമ്മൾ ടിവിയിലൂടെയും മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. 10 അല്ല 20,000 അല്ല 30,000 അല്ല 35,000 ഏക്കർ എന്നുള്ള വിശാലമായ സ്ഥലത്തെ ഒരു ഓലപ്പടക്കത്തിൻ്റെതായ സഹായം പോലുമില്ലാതെ, 10 രൂപയുടെ ഓലപ്പടക്കത്തിന്റെ സഹായമില്ലാതെ 35,000 ഏക്കർ വിശാലമായി ഈ സ്വർഗത്തിന്റെ ഈ ദുനിയാവിലെ സ്വർഗമാണെന്ന് വിശേഷണം കൊണ്ടതായ അവർ കൊടുത്തതായ ലോസ് ഏഞ്ചലസ് 3 ദിവസം കൊണ്ട് കത്തി നശിച്ചപ്പോ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറയുന്നത്? വമക്കറു വമക്കറു മക്കറന വമക്കർന മക്കറന. അതെ, അവര് കുതന്ത്രം ആലോചിച്ചു. വമക്കർന മക്കറൻ, ഞാനും കുതന്ത്രം ആലോചിച്ചു. ഇവിടെ ആരാണ് വിജയിച്ചത്? ഇവിടെ ആരുടെ കുതന്ത്രമാണ് രക്ഷപ്പെട്ടത്? അവർ പ്രതീക്ഷിക്കാതെ കുതന്ത്രങ്ങളുടെ രാജാവിൻ്റെതായ കുതന്ത്രങ്ങൾ മാത്രമേ അവിടെ വിജയം കൈക്കൊള്ളുകയുള്ളൂ. മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, അല്ലാഹു പറയാണ് ഇവിടെ ആരുടെ കുതന്ത്രങ്ങളുടെ അവസാനമാണ്, ഏത് കുതന്ത്രങ്ങളാണ് വിജയിച്ചതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ആ സമുദായത്തെ ഒന്നടങ്കം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ആ സമുദായത്തെ ഒന്നടങ്കം എല്ലാവരെയും ഞാൻ നശിപ്പിച്ചു. അത് എനിക്ക് മാത്രം അവകാശമാണ്. ഇത് പറയുന്നതാരാണ്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഏതൊരു രാജാവാണോ ഏതൊരു സൃഷ്ടാവാണോ പറഞ്ഞത്, അതേ പടച്ചവൻ, അതേ അല്ലാഹു. എന്റെ സഹോദരങ്ങളെ, ഇത് ലോസ് ഏഞ്ചലസ് എന്ന് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ഭാര്യയോട് അനീതി കാണിക്കുന്നവൻ, കുടുംബത്തിനോട് അനീതി കാണിക്കുന്നവൻ, യതീമീങ്ങളായ മക്കളോട് അനീതി കാണിക്കുന്നവൻ, അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ, സ്വരാജ്യത്തോട് മോശം പ്രവർത്തിക്കുന്നവൻ, ഇതെല്ലാം അല്ലാഹു പറഞ്ഞതാണ്. എന്നോടും നിങ്ങളോടും 1000 വട്ടം ഖുർആൻ പറയുന്നതാണ്. അല്ലാഹു അശ്രദ്ധനാണെന്ന് നമ്മൾ കരുതണ്ട. അല്ലാഹു ഈ കാര്യങ്ങളെ തൊട്ട് അശ്രദ്ധനാണെന്ന് നാം വിചാരിച്ചു പോകരുത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രവർത്തിക്കുന്നതിൽ നിന്നും അല്ലാഹു അശ്രദ്ധനല്ല. പാവപ്പെട്ടതായ ജനങ്ങളെ ഉപദ്രവിക്കുമ്പോ, അത് അയൽവാസിയാകട്ടെ, അത് പള്ളിയിലെ ഉസ്താദന്മാരാകട്ടെ, പള്ളിയിലെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, കമ്മിറ്റി ഭാരവാഹികളാകട്ടെ, അല്ലെങ്കിൽ അയൽവാസി ഏതോ പാവപ്പെട്ടവനാണ്, തന്റെ കുടുംബത്തിൽ വസിക്കുന്നവൻ ഏതോ പാവപ്പെട്ടവനാണ്, അവനെ ഉപദ്രവിക്കുമ്പോഴും നമ്മുടെ മസ്തിഷ്കത്തിലോട്ട് വരേണ്ടത് കണ്ണുകൾ തള്ളിപ്പോകുന്നതായ ദിവസം വരെ ഞാൻ അവരെ അവരെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുകയാണ്, അവരെ ഞാൻ പിടിക്കാത്തത് തന്നെയാണ്. നമ്മൾ
വിചാരിക്കും പറയുന്നവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പാപങ്ങൾ ഇങ്ങനെ ഉപദ്രവം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല. അല്ലാഹ് പറയാണ്, ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഏതൊരു ദിവസം കണ്ണ് തള്ളിപ്പോകുന്നതായ ദിവസമുണ്ടല്ലോ, ആ ദിവസം വരെ അക്രമികളെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇബ്രാഹിമിലൂടെ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, കുതന്ത്രം ആരാണോ പ്രയോഗിക്കുന്നത് അവർക്ക് തന്നെയാണ് നഷ്ടം. വമക്കറു മക്കറൻ വമക്കറ സയ്യിഅ വലാ യഹീഖുൽ മക്റു സയ്യിഅ ഇല്ലാ ബിഅഹ്ലിഹി. ഏതൊരുവൻ കുതന്ത്രം ആലോചിക്കുന്നുവോ ചിന്തിക്കുന്നുവോ അവർക്ക് തന്നെയാണ് നാശം, അവരുടെ അഹലുകാർക്ക് തന്നെയാണ് നാശം. ആര് നല്ല രീതിയിൽ ചിന്തിക്കുന്നുവോ അവർക്ക് വിജയം ഉൾക്കൊള്ളാമെന്ന് നമ്മുടെ മസ്തിഷ്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് ലോസ് ഏഞ്ചലസിലൂടെ പറയാൻ കാരണം? കത്തി നശിച്ച